ഈ രൂപത്തിലാണ് കഞ്ഞി കൊടുക്കൽ. കഞ്ഞി വെച്ചിട്ട് നല്ല പായസം പോലെ അലിയണം അത്യാവശ്യം. നല്ല ദാനക്കടം അതിക്ക് തവിട് ഇടും, കല്ലുപ്പ് ഇടും. ഇതുപോലെയാണ് ഇവിടെ കഞ്ഞി കൊടുക്കുക. കഞ്ഞി, ഗോതമ്പത്തവിട്, കല്ലുപ്പ് ആണ് ഇവിടുത്തെ തവിട്. പ്രിൻസ് ഈ കമ്പനിയാണ്. 800 രൂപ 830 രൂപയ്ക്കാണ് ഇപ്പോൾ ഇവിടുത്തെ തവിടിൻ്റെ വില. ഒരു ചാക്ക് 34 കിലോ. ഇവരൊക്കെ കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കഞ്ഞി കുടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. മോരിക്കുട്ടന്മാർ പോത്തുമുട്ടികൾ ആ തലക്കുണ്ട്. അവരിപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് പുറത്തുതന്നെ കെട്ടൽ. അവർക്കൊരു നേരമൊക്കെ കഞ്ഞി കൊടുക്കും. അവർ പാടത്ത് കൊണ്ടുപോയി വിടുക, തൊടുവിൽ. അവിടെ ചാലിൽ വെള്ളമുണ്ട്, അത് കുടിക്കും. ഇവർക്ക് പിന്നെ കഞ്ഞി ഇതൊക്കെ കൊടുക്കും. തവിടൊക്കെ ഇട്ട് നല്ല ഉഷാറാക്കി കൊടുക്കും 2 നേരം. ഇവരെ കൂടുതൽ വിടില്ല. അതായത് ഇവനെ വിടും. ഇവനെ കൊണ്ടുപോയി തൊടുവിൽ കൊണ്ടുപോയി കെട്ടും. അതുപോലെ ആ തലക്കുള്ള ജേഴ്സി കുട്ടിയാണ്, അവലെയും കെട്ടും. എല്ലാവരും പാടെ കൊണ്ടുപോയി കെട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം, ചുറ്റിപ്പണയണത് നോക്കണം. ഒക്കെ കൊണ്ടുപോയി കെട്ടിയാൽ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പോത്തും കുട്ടികളാകുമ്പോൾ പിന്നെ ഒരാളെ കെട്ടിയിട്ട് അവിടെ ബാക്കിയുള്ളവർ നിൽക്കും, വേറെ പോവില്ല. പക്ഷെ ഇവരെ അങ്ങനെയല്ല. ഇവർ ഒരാളെ കെട്ടിയിട്ടാൽ ബാക്കിയുള്ള ആൾ വേറെ ഏതിനേലും പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. ഇതിലേക്ക് വെള്ളം തുറന്നിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ട് അവിടെ വെക്കും. തവിടും വെള്ളമൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് കൊടുക്കുക. രാവിലെ ഓരോ പിടി വൈക്കോല പുല്ലിട്ട് കൊടുത്ത് പിന്നെ വെള്ളം കൊടുക്കുക. ഫസ്റ്റ് ടൈം ഒരു പിടി ഇട്ട് കൊടുക്കും. രാവിലെ വന്ന് നമ്മളൊക്കെ നോക്കണം, ഇവരൊക്കെ ശ്രദ്ധിക്കണം. ആരെങ്കിലും എല്ലാവരും നിരീക്ഷിക്കണം. ഓരോരുത്തർ സെപ്പറേറ്റ്. ചെവി അനക്കണുണ്ടോ, അയവൊട്ടണുണ്ടോ, അയവെടുക്കണുണ്ടോ, വാലനക്കണുണ്ടോ, എല്ലാം ശ്രദ്ധിക്കണം. കോറിപ്പൊടിച്ച് നിൽക്കണുണ്ടോ, ചാണകം ഇടണത്, മൂത്രമൊഴിക്കണത് എല്ലാം ശ്രദ്ധിക്കണം. എന്തെങ്കിലും കേടുപാടോ ദഹിക്കാത്ത പ്രശ്നങ്ങളോ പനിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ ചെവിയും നനക്കാതെ അങ്ങനെ നിൽക്കണ്ടോ. അതുപോലെ കണ്ണിൻ്റെ പീള അതൊക്കെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണ്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തുറന്ന് പിടിക്കൂല കണ്ണൊന്നും. അങ്ങനെ പീളൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ടാവും. കുറച്ച് അങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കണ്ടാവും. ഇവർ ഇതേപോലെ ഇങ്ങനെ എനർജറ്റിക്കായി നിൽക്കണം, നല്ല ഉഷാറിൽ. അല്ല ഈ ചെവിയെ അല്ലാതെ ആട്ടൂല. ചാണകത്തിൽ മൂത്രത്തിലൊക്കെ പ്രശ്നങ്ങൾ കാണിക്കും. എല്ലാവരും രാവിലെ വന്നാൽ ശ്രദ്ധിക്കണം. എല്ലാവരും പ്രത്യേകം ഒന്ന് നിരീക്ഷിക്കണം. നമ്മൾ തൊഴുത്തിൽ വന്നാൽ ആരൊക്കെ അയവട്ടാതെ നിൽക്കുന്നുണ്ടോ, കോറിപ്പൊടിച്ച് നിൽക്കുന്നുണ്ടോ, എല്ലാം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണുമ്പോൾ നമ്മൾ ചെവിമേ അല്ലെങ്കിൽ നാവുമ്മ തൊട്ടാക്കിയ പനി ഉണ്ടെങ്കിൽ നേരെ അറിയും. ദാനക്കടുണ്ടെങ്കിൽ അയവട്ടലുണ്ടാവില്ല, ക്ഷീണിച്ചങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതിനുള്ള മരുന്നുകൾ എന്താണെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഡോക്ടറെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണം. രാവിലെ വന്നാൽ എല്ലാവരും ഒന്ന് നിരീക്ഷിക്കണം, ആർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ എനർജറ്റിക്കായി നിൽക്കണം കന്നാൾ. അവരൊക്കെ ഇപ്പോൾ കഞ്ഞിയും തോടും കണ്ടിട്ട് ആണ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. ഇവരൊക്കെ കൊടുക്കാനുള്ളതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക.
ഇവരെല്ലാവരും കൊടുക്കാനുള്ളതാണ്. ആവശ്യക്കാർ വേണമെങ്കിൽ ഓരോരുത്തർ വേണമെങ്കിൽ അങ്ങനെ, 2 എണ്ണം വേണമെങ്കിൽ അങ്ങനെ, പോത്തും കുട്ടികളത് അവിടെ ഉണ്ട്, അവർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടവർ വിളിക്കുക. ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും. ഡെലിവറി ചാർജ് വരും, എക്സ്ട്രാ വരും. ഓരോന്നിനും ഓരോ റേറ്റാണ്. ഇതിലായി കാങ്കയത്തിൻ്റെ ക്രോസ്, ഇതൊക്കെ ഒരു ലാസ്റ്റ് 9,500 കിട്ടിയാൽ പിന്നെ കൊടുക്കും. 9,500 രൂപ. അത്യാവശ്യം വലിപ്പമുള്ള കുട്ടിയാണ്. പല റേറ്റുള്ളതുണ്ട്. വെള്ളം തുറക്കാൻ പറയും. ഇതിൽ പിന്നെ 9:30 9:45 പറഞ്ഞൊരു ജേഴ്സി കുട്ടി അത് അവിടെ ഉണ്ട്. ഈ കുട്ടി അവിടെ ഉണ്ട്, പോത്തും കുട്ടികൾ അവിടെ ഉണ്ട്. ഇവനൊരു 8 ഉറുപ്പിക കിട്ടിയാൽ ഇവനെ കൊടുക്കും. ഈ ബ്ലാക്ക് കുട്ടി ഇതാ സിന്ധിക്കുട്ടിയാണ്. അവന് 14 പറഞ്ഞൊരു 13 രൂപ കിട്ടിയാൽ കൊടുക്കും. ഇത് 16.5 പറഞ്ഞ ഗിറിൻ്റെ കുട്ടിയാണ്. ഇവനൊരു 15.5 കിട്ടിയ ലാസ്റ്റ് ഇവനെ കൊടുക്കും. ഇത് കാങ്കയാണ് 12.5 പറഞ്ഞത്. ഇവനൊരു 11 രൂപ കിട്ടിയ അവനെ കൊടുക്കും. അതുപോലെ 18.5 പറഞ്ഞ ഗിറാണ്. 18,500 പറഞ്ഞ ഗിറിൻ്റെ കുട്ടിയാണത്. അവനൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ഇട്ടിരിക്കുന്നു ഈ ചാനലിൽ തന്നെ, അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവനൊരു 17 രൂപ കിട്ടിയ അവനും കൊടുക്കും. അതുപോലെ വടക്കൻ ഹല്ലിക്കർ ഈ ഭാഗത്തിൽപ്പെട്ടൊരു കുട്ടിയതാണ് 11 രൂപ പറഞ്ഞത്. അവനൊരു 10 രൂപ കിട്ടിയാൽ കൊടുക്കും. ഇത് നമ്മൾ പറഞ്ഞ 9.5 രൂപ കിട്ടിയാൽ കൊടുക്കേണ്ട കുട്ടിയാണ്. ഇത് 26,000 റുപ്യ പറഞ്ഞ ഹല്ലിക്കറാണ്. ഒരു 10-24 റുപ്യൊക്കെ വന്നാൽ അപ്പോൾ അവനെ കൊടുക്കും. പിന്നെ 23 രൂപ പറഞ്ഞതാണ്. ഒരു 22 രൂപ കിട്ടിയവനെയും കൊടുക്കും. പിന്നെ 47 രൂപയൊക്കെ പറയുന്നുണ്ട്. ഒരു 45 രൂപയ്ക്ക് അതിൻ്റെ ചെറിയ വ്യത്യാസത്തിലൊക്കെ വനവാണെങ്കിൽ കൈമാറുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട്. ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും. നല്ല പവറുള്ള കന്നാണ്, നല്ല കടുപ്പുള്ള കന്നാണ്. പല്ല് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് റൈസിങ്ങിനും കാളപൂട്ട് സവാരി വണ്ടി അതിനൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന കുട്ടികളാണ്. അതൊക്കെ വളർത്താനും പറ്റും, എല്ലാത്തിനും പറ്റും. ഇതുപോലെ വെള്ളം മിക്സ് ചെയ്യാൻ. ഇവനക്ക് വല്ലാതെ വെള്ളം കിട്ടൂല. വലിയവനക്ക് അത്യാവശ്യം കുറച്ച് കുറുന്നനെ കൊടുക്കും. ഇതൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണം. ഇവർക്കൊക്കെ ഒന്നുകൂടി വെള്ളം കിട്ടും. ഈ വെള്ളം കഞ്ഞിയൊക്കെ പാടെ കല്ലുപ്പൊക്കെ പാടെ ഒന്ന് മിക്സ് ആകാൻ വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് വെക്കും. എന്നിട്ടാണ് കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. തവിടും കഞ്ഞിയും കല്ലുപ്പൊക്കെ പാടെ അങ്ങോട്ട് മിക്സായി ഇതുപോലെ എല്ലാത്തിലും വെള്ളമാക്കി സെറ്റാക്കും. ഓരോരുത്തർക്ക് 2 ആൾക്ക് ഒരു പാത്രം അങ്ങനെയാണ്. ഇതൊക്കെ ഒരാൾക്കാണ്. ഇതിൽ കുറച്ച് വെള്ളമാക്കുള്ളൂ. ഈ തലക്കുള്ള 9,500 കൊടുക്കാമെന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഇത്. ഞാൻ ആ തൊടു കൊണ്ടുപോയി കിട്ടും. അപ്പോൾ വെള്ളം നിറച്ച് കൊടുത്താൽ പിന്നെ ഉച്ച വരെ തീറ്റ എടുക്കില്ല, അവിടെ കിടക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം തീറ്റ എടുക്കാൻ നോക്കും. പുറത്ത് കൊണ്ടുപോയി വിടാത്തവർക്ക് അത്യാവശ്യം വെള്ളം നീട്ടി കൊടുക്കും. ഇതിലൊക്കെ വെള്ളം കൂട്ടിങ്ങി അതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് വെള്ളമാകണം. ഏത് കുടിക്കാത്ത കന്നാളും ഒരു പ്രാവശ്യം ഒന്ന് സാമ്പിൾ നോക്കി കിട്ടിയാൽ മതി.
അങ്ങനെ കുടിച്ചോളും, പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കഞ്ഞിയും കല്ലുപ്പും ഫ്രഷ് ഗോതമ്പത്തോടും അങ്ങനെ മിക്സായി 10 മിനിറ്റ് വെച്ചാൽ ടേസ്റ്റ് നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ എൻ്റെ ഹെൽപ്പറാണ്, കഞ്ഞി കൊടുക്കാനുള്ള ഹെൽപ്പർ. കഞ്ഞി കൊടുത്തോ? കൊടുക്കണ്ടേ? അതെന്താണ്? മൂരിക്കുട്ടി കഞ്ഞി കൊടുക്കണ്ടേ? ആ അപ്പൊ ഇജ്ജ് കഞ്ഞി കൊടുക്കാൻ കൂടുന്നില്ലേ? എന്നാ എടുക്ക കൊടുക്ക കഞ്ഞി. പൊന്തണില്ലേ? എന്താ പൊന്താത്ത? ആ ഫുള്ള് വെള്ളം നിറച്ചോണ്ടാ പൊന്താത്ത. ശരി. അപ്പം അങ്ങനെയൊക്കെ.